മനീഷ്, നേരത്തെ തന്നെ സർക്കാരിന് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം വരികയും അത് ഈ ഘട്ടത്തിൽ വേണ്ട എന്ന നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയും ഒക്കെ ചെയ്തതാണ്. ബെവ്കോ നൽകിയിരിക്കുന്ന നിർദ്ദേശം, അതിൽ സർക്കാർ ഒരു പച്ചക്കൊടി വീശാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് മനീഷ് മഹിമ? നിലവിൽ ഒത്തിരി പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷന് കീഴിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് മോഡൽ. നേരത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള ചില്ല് കുപ്പികൾ അടക്കം തിരികെ ഏൽപ്പിച്ചാൽ 20 രൂപ ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആലോചന, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ അടുത്ത സെപ്റ്റംബർ മാസം മുതൽ നടപ്പിലാക്കാനുള്ള ആലോചനയൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ മാസമാണ് ഹർഷിത അട്ടലൂരി, ബെവ്കോ MD ഹർഷിത അട്ടലൂരി സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ ഉപയോഗം തടയുക, ഒപ്പം തന്നെ 2000 കോടിയുടെ അധിക വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കുക, ഒപ്പം തന്നെ വിദേശ വിനോദ സഞ്ചാരികൾക്ക് മുന്തിയ ഇനം മദ്യം അവരുടെ വാതിൽപ്പടി, അല്ലെങ്കിൽ മൊത്തത്തിൽ പൊതുജനങ്ങൾ എല്ലാവർക്കും വാതിൽപ്പടി മദ്യം എത്തിച്ചു നൽകുക എന്നൊരു പ്രപ്പോസൽ കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചത്. ഇതിൽ പറയുന്ന ഈ ഒരു ഗുണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനത്ത് അധിക വരുമാനം മാത്രമല്ല രാസലഹരിയുടെ ഉപയോഗം തടയുക എന്നിവ കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഇത് പ്രപ്പോസൽ നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടില്ല. കാരണം നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിൽ ഇത് ഉൾപ്പെടുന്നില്ല. പക്ഷേ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ തള്ളുന്നില്ല. അത് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു പ്രപ്പോസൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സാധ്യത തേടിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഇനിയും അതിനുള്ള ചർച്ചകൾ നടത്തും. അതിനർത്ഥം ഭാവിയിൽ ഇത്തരത്തിൽ വാതിൽപ്പടി അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ഡെലിവറിയിലൂടെ മദ്യം എത്തിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം തുടരുകയാണെന്നും, ഒപ്പം തന്നെ അത് ഭാവിയിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഒരു പ്രപ്പോസലാണ് നൽകിയിട്ടുള്ളത്. അതിൽ 23 വയസ്സ് അത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ID കാർഡ് കാണിച്ചാൽ മാത്രമേ, അത് വിതരണ സമയത്ത് ഡെലിവറി ബോയിയെ കാണിച്ചാൽ മാത്രമേ അത് വിതരണം ചെയ്യുകയുള്ളൂ. ഒപ്പം തന്നെ അതിനധികമായ ഫീസ് കൂടി ഈ ഡെലിവറിക്ക് ഈടാക്കുന്നുണ്ട്. മദ്യവിൽപ്പന നടത്തുന്ന സാധാരണ സമയമായ രാവിലെ 10 മുതൽ രാത്രി 9 വരെ സമയത്തായിരിക്കും ബുക്കിംഗ് ഉള്ളത്. ഇനി അഥവാ സംസ്ഥാന സർക്കാർ ഈ ഒരു അനുമതി നൽകുന്നതിന് കാലതാമസം ഉണ്ടായാൽ ഈ ആപ്പ് പ്രവർത്തന സജ്ജമാകും. അത് ഏകദേശം 10 ദിവസത്തിനകം പ്രവർത്തന സജ്ജമാകും. അങ്ങനെ ആപ്പിലൂടെ ഏത് മദ്യം വേണമെങ്കിലും ആർക്കും ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് പണമടച്ച ശേഷം അത് ഔട്ട്ലെറ്റിൽ നേരിട്ട് പോയി വാങ്ങുക എന്ന സംവിധാനത്തിലേക്ക് ആദ്യഘട്ടത്തിലെത്തും. അതിനുശേഷം പിന്നീട് ഇത് സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്ന അനുസരിച്ചായിരിക്കും വാതിൽപ്പടിയിലേക്ക് ഓൺലൈനായി ഇത് മദ്യം എത്തിക്കാനുള്ള സാധ്യത കൂടി സംസ്ഥാന സർക്കാർ എത്തുക. നിലവിൽ സമൂഹം അങ്ങനെ ഒരു നിലയിലേക്ക് എത്താൻ പാകപ്പെടാനുള്ള ഒരു കാലതാമസം ഉള്ളതുകൊണ്ട് എടുത്തു ചാടിയുള്ളൊരു ഒരു സമീപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയില്ല എന്നൊരു നിലപാടിലാണ് നിലവിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ഉള്ളത്. പക്ഷേ ഇതിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം KCBCയുടെ മദ്യവിരുദ്ധ സമിതിയൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്ന നിലവിൽ 9700 കോടിയോളം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മദ്യവിൽപ്പനയുടെ മാത്രം സംസ്ഥാന സർക്കാർ ലഭിച്ചത്. ഇനിയും 2000 കോടിയുടെ അധിക വരുമാനവും ഇത്തരത്തിൽ രാസലഹരിയുടെ ഉപയോഗം തടയുകയും ഒപ്പം തന്നെ വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യമാണ് ഈ രീതിയിൽ ഓൺലൈൻ മദ്യവിതരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഒരാൾക്ക് 3 ലിറ്റർ മദ്യം എന്ന രീതിയിലായിരിക്കും. ഒപ്പം തന്നെ ഒരാൾ തന്നെ ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഒരുപാടധികം മദ്യം വാങ്ങി അത് കരിഞ്ചന്ത മോഡലാക്കുകയാണെങ്കിൽ അത് തടയാനുള്ള നടപടിയടക്കം ഉണ്ടാകുമെന്നും ഈ പ്രപ്പോസലിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീജിത്ത്, മനീഷ്, ഇതൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. അതിന് ഇപ്പോൾ ഈ ബെവ്കോയ്ക്ക് മുമ്പിലുള്ള നീണ്ട ക്യൂ, അവിടെയുള്ള ഈ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിമിതികൾ, അത് മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന നിർദ്ദേശം ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല നിർദ്ദേശം എന്നുള്ള നിലയിലായിരിക്കും അവർ നോക്കിക്കാണുക. ഇതിൽ പക്ഷേ വിശാലാർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ സർക്കാരിൻ്റെ നയം തന്നെ ഇത് മദ്യനിരോധനമല്ല, പക്ഷേ ഘട്ടം ഘട്ടമായി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് സർക്കാരിൻ്റെ നയം. അതുപോലെ ഈ ലഹരി വ്യാപനം തടയുക എന്നുള്ളതൊക്കെയാണ് വിശാലമായ അർത്ഥത്തിൽ സർക്കാർ നോക്കിക്കാണുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചർച്ച നടക്കട്ടെ എന്ന നിലപാടിലാണോ സർക്കാർ ഉള്ളത് മനീഷ് മഹിബ? നിലവിൽ സംസ്ഥാന സർക്കാരിന് ഒരു കൃത്യമായ മദ്യനയമുണ്ട്. ആ മദ്യനയം ക്യാബിനറ്റ് കൂടി ആലോചിച്ച് നടപ്പിലാക്കി തീരുമാനമെടുത്തൊരു മദ്യനയമാണ്. ആ മദ്യനയത്തിനകത്ത് ഓൺലൈൻ വഴിയുള്ള മദ്യവിതരണം നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലടക്കം ഓൺലൈൻ വഴിയുള്ള ഈ മദ്യവിതരണത്തെ സംബന്ധിച്ചുള്ള സാങ്കേതികമായ കാര്യങ്ങളെ സംബന്ധിച്ച്, നടപടിക്രമങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായ ചർച്ച നടന്നിരുന്നു. അന്നും എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ ഈ മേഖലയെ സംബന്ധിച്ചറിയാം. അദ്ദേഹം പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിൽ
ഈ ഓൺലൈൻ വഴിയുള്ള മദ്യ വിൽപ്പന നടത്തുന്നത് പ്രായോഗികമാക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ അനുമതി നൽകുന്ന ചില ആളുകൾ പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ യാഥാസ്ഥിതിക മനോഭാവത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ഒരു പുരോഗമന കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ മദ്യം അത് നേരിട്ട് കടയിൽ പോയി വാങ്ങുന്നയാളും അത് വീട്ടിലേക്ക് വരുത്തുന്ന ആളും അങ്ങനെ വരുമ്പോൾ അത് മദ്യത്തിൻ്റെ അളവിൽ കൂടുതൽ വരുന്നില്ല. പക്ഷേ അതിന് ഫീസ് ഈടാക്കുന്ന അത്തരത്തിൽ അങ്ങനെ ഒരു ഡെലിവറി ചാർജ് ഈടാക്കുന്ന അധിക വരുമാനം മാത്രമായിരിക്കും സംസ്ഥാന സർക്കാർ ലഭിക്കുക. ഇത് സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം കൂടാൻ സാധ്യതയില്ലെന്നുള്ള വിലയിരുത്തൽ പ്രാഥമിക ചർച്ചയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് KCBC അടക്കം KCBCയുടെ മദ്യവിരുദ്ധ സമിതി ഒപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകളും അവശ്യ സാധനങ്ങളുടെ വില വർധനവും അത്തരത്തിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലടക്കം ഇടപെടാതെ സംസ്ഥാനത്തെ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് വാതിൽപ്പടി മദ്യവിതരണം. അത് അങ്ങനെ ഒരു കാര്യമായിരിക്കും അതിനുണ്ടാവുക. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നീക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുന്നു എന്നുള്ള വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിലവിലൊരു കാലതാമസം ഇതിനുള്ളത്. പക്ഷേ ഇത്തവണ ഈ ബെവ്കോ MD കൊടുത്ത ഈ പ്രപ്പോസലിൽ വിശദമായ ചില കാര്യങ്ങൾ ഈ പ്രപ്പോസലിൽ പറയുന്നുണ്ട്. അതിൽ ഈ മാനദണ്ഡങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 23 വയസ്സിന് താഴെയുള്ള ഒരാൾ പോലും അത് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഒപ്പം തന്നെ ഈ ഓൺലൈനായി മദ്യം വാങ്ങിയത് കരിഞ്ചന്ത മോഡൽ മറ്റ് വിൽപ്പന നടത്താനുള്ള സാധ്യതയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും അദ്ദേഹം നിലവിൽ ഇത് നടപ്പിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭാവിയിൽ സംസ്ഥാനത്ത് ഓൺലൈൻ വഴി മദ്യം വിതരണം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ ഒരിക്കലും നീങ്ങുകയില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചർച്ചയാകുമെന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇതിലിപ്പോൾ ഈ ആപ്പ് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതിൽ ടെൻഡർ ക്ഷണിച്ച ശേഷം സ്വിഗ്ഗി അടക്കമുള്ള കമ്പനികൾ സന്നദ്ധരായി രംഗത്ത് വന്നിട്ടുണ്ട്. ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ആരായിരിക്കും എത്തുക അവർക്ക് ഇപ്പോൾ ഈ ഹോം ഡെലിവറി എന്ന നിർദ്ദേശം നടപ്പായില്ലെങ്കിൽ കൂടി ഈ ഓൺലൈൻ സൈറ്റ് പ്രവർത്തിക്കാൻ പോവുകയാണ്. അത് പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് നേരത്തെ അത് ബുക്ക് ചെയ്യാം, പിന്നീട് ഔട്ട്ലെറ്റിൽ പോയി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ട സംവിധാനം അവിടെ ഒരുക്കുക. അതിനെ എങ്ങനെയാണ് ആലോചിക്കുന്നത്? അതിനൊരു അഥവാ ഇത് നടന്നില്ലെങ്കിൽ ഒരു പ്ലാൻ B എന്നുള്ള നിലയിൽ കൂടി കാര്യങ്ങളെ ബെവ്കോ നോക്കിക്കാണുന്നുണ്ട്, സർക്കാരും നോക്കിക്കാണുന്നുണ്ട്. അതിൻ്റെ ആലോചനകൾ ഏത് ഘട്ടത്തിലാണ് മനീഷ് മഹിബാൽ? ശ്രീജിത്ത്, സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വലിയ ഒരു ആക്ഷേപവും പരാതിയാണ് ബീവറേജ് കോർപ്പറേഷന് മുന്നിലുള്ള വലിയ ക്യൂ, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്യൂ സംവിധാനത്തിൽ കുറവ് വരുത്തുക, അങ്ങനെയുള്ള തിക്കും തിരക്ക് ഒഴിവാക്കുക. അങ്ങനെ കോവിഡ് കാലത്തടക്കം അതിനുള്ള സംവിധാനം സംസ്ഥാന സർക്കാർ ഏർപ്പാടാക്കിയിരുന്നു. അതേ മോഡലിലാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ബുക്ക് ചെയ്താൽ ഏകദേശം 10 ദിവസത്തിന് ശേഷം ഈ ബെവ്കോയുടെ ആപ്പ് അത് പരസ്യപ്പെടുത്തുകയും അത് പൂർണ്ണ സജ്ജമാകുമെന്നാണ് നിലവിൽ ഈ ബെവ്കോ MD അറിയിക്കുന്നത്. അങ്ങനെ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞാൽ അതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ കൂടി നേരിട്ട് നമുക്ക് ആപ്പിലൂടെ ഏത് മദ്യം വേണമെന്ന് ഈ ആപ്പിലൂടെ ബുക്ക് ചെയ്യാം. അതിൻ്റെ പണവും നമ്മൾ ഓൺലൈനായി UPI ഇടപാടുകളിലൂടെ അത് ഓൺലൈനായി നമുക്ക് ആ പണം അടച്ച ശേഷം അതിൻ്റെ രേഖ കൊണ്ടുപോയി ഈ ബീവറേജ് കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ബീവറേജ് ഔട്ട്ലെറ്റ് കാണിച്ചാൽ അതിന് പ്രത്യേക, അതായത് ഈ ഗൂഗിൾ പേ വഴി പണമടയ്ക്കുന്ന കൗണ്ടർ ഉണ്ടാകും. അത്തരത്തിലുള്ള കൗണ്ടറിൽ കാണിച്ചാൽ അതിവേഗം ഈ മദ്യം കിട്ടാനുള്ള ഒരു നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലടക്കം ഒരു സൂപ്പർ ഈ രീതിയിലുള്ള മദ്യ വിൽപ്പനശാല തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജില്ലയിലും സൂപ്പർ പ്രീമിയം കൗണ്ടർ തുടങ്ങുന്നതും ആലോചനയിലുണ്ട്. അത് അടുത്ത 2 മാസത്തിനകം നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നു. അങ്ങനെ സൂപ്പർ പ്രീമിയം കൗണ്ടറിനൊപ്പം തന്നെ ഈ ഓൺലൈൻ ആപ്പിലൂടെ ആളുകൾക്ക് ബുക്ക് ചെയ്ത് അതിൻ്റെ രേഖ കാണിച്ചാൽ മദ്യം നൽകുന്ന ഒരു നടപടികളിലേക്ക് നീങ്ങിയാൽ ഈ ബീവറേജ് ഔട്ട്ലെറ്റിന് മുൻപിലെ തിക്കും തിരക്കും ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നത്. ഇനി ഇത് മറ്റ് വിഷയങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഡെലിവറിയിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും വരുന്ന ദിവസങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ശരി, മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സർക്കാരിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോൾ അതിലൊരു തീരുമാനമെടുത്തിട്ടില്ല. കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക, എന്ത് തീരുമാനത്തിലേക്കാണ് സർക്കാർ അന്തിമമായി എത്തുക എന്നുള്ളതൊക്കെ ഉയരുന്ന ചോദ്യമാണ്.